ഇന്നൊരു നാടൻ മീൻകറി ആയാലോ. ഇന്നെനിക്ക് കുറച്ച് അയല കിട്ടി. അപ്പോൾ നാടൻ സ്റ്റൈലിൽ വയ്ക്കാൻ പോകും. ഇതെല്ലാവർക്കും അറിയാവുന്ന വീഡിയോ ഒക്കെയാണ്. എങ്കിലും എന്നോട് പലര് ചോദിക്കും, ഈ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന പിള്ളേരൊക്കെ ചോദിക്കും, ഇങ്ങനെ മീനൊക്കെ കറി വെക്കുന്നത് എങ്ങനെയാണ്, ഓരോ കറികളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അതൊന്ന് വെച്ച് കാണിക്കാമോ, ഇങ്ങനെ കാണിക്കാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു നാടൻ അയലക്കറി തയ്യാറാക്കാൻ പോവാം. അതിങ്ങനെ വെളിച്ചെണ്ണ അടുപ്പ് വെച്ചു. ഇനി അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഇടുവാണേ. ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഒന്ന് മൂപ്പായി തുടങ്ങുമ്പം ഈ വെളുത്തുള്ളി ഇടുക. എല്ലാത്തിൻ്റെയും ഓരോ വ്യത്യസ്തമായ മൂപ്പാണ്. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നിച്ചിടണ്ട. അത് കഴിയുമ്പോൾ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് അത് ഇടുവാണ്. ഈ മൂന്നും കൂടെ ഒന്ന് വഴറ്റും, നല്ലപോലെ വെള്ളം. കറിവേപ്പിലയൊക്കെ ഇഷ്ടംപോലെ ചേർക്കാം. വെള്ളം ഉണ്ടെങ്കിൽ, ഉള്ള നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ചേർക്കാം. കഴുകി വെച്ചിരിക്കുന്ന കരിയാപ്പിലയാണ് ഇടുക. കരിയാപ്പിലയും കൂടെ ഇട്ട് അത് വാട്ടം പോയിരുന്ന പ്രത്യേക സ്മെല്ലുണ്ടാവും. മീൻകറിക്ക് ഒരു സ്വാദും ഉണ്ടാവും. ഞാൻ നമ്മുടെ ഉള്ളി, സവോള, ഇഞ്ചി എല്ലാം നല്ലപോലെ വഴന്ന് കഴിഞ്ഞത് തീ മീഡിയം ഇതിൽ വെച്ചിട്ട് നമ്മളതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടുക. മുളക് പൊടി ഈ തവിക്ക് 1.5 തവി ഇട്ടിട്ടുണ്ട്. ഞാൻ മല്ലിപ്പൊടി ഇടത്തില്ല. എൻ്റെ മീൻകറിക്ക് ഞാൻ മല്ലിപ്പൊടി ഇടുകയില്ല, മുളക് പൊടി ഇടുന്നു. അതിന് ഉലുവാപ്പൊടി ഇടും. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ടും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാവണം. പച്ചമണം ഒന്ന് മാറണം മുളകിൻ്റെ. അതിനാവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ടു. കുഞ്ഞ് സ്പൂണിന് 1.5 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു. അതും കൂടി ഇട്ട് നല്ലപോലെ ചൂടായി. ഇപ്പോൾ കണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം മൂത്ത്. ഇനി ഞാൻ ആ പുളി വെള്ളത്തിയിട്ട്, ചൂട് വെള്ളത്തിലാണ് പുളി വെള്ളത്തിയിട്ട്, ആ പുളിവെള്ളം ഇതിനകത്ത് കുടിക്കുവാണേ. പുളിയും വെള്ളവും കൂടെ നമ്മൾ പച്ചവെള്ളത്തിൽ പുളി വെള്ളത്തിൽ ഇടാതെ ചെറിയ ചൂടുവെള്ളത്തിനകത്ത് പുളി പിച്ചി കീറി ഇടുവാണെങ്കിൽ നല്ല ഇതായിരിക്കും. ഇനി 1 കിലോ മീൻ ആവശ്യമായിട്ട് ഈ സ്പൂണിന് 1.5 സ്പൂൺ ഉപ്പ്, 1.5 സ്പൂൺ ഇട്ട് കഴിഞ്ഞ് ചൂടുവെള്ളം, തിളപ്പിച്ചാർച്ച വെള്ളം അത് മീൻകറിക്ക് ആവശ്യമുള്ളത് ഒഴിക്കുക. ഇനി അരപ്പൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ മീൻകറിയുടെ അരപ്പ് നല്ലപോലെ തിളച്ചേ. നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ തൊട്ട് നോക്കണം അതിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ. ആവശ്യത്തിനുണ്ട്. ഒരു ശകല ഉപ്പ് മുന്നോട്ട് നിൽക്കണം, ശകല, എന്നെങ്കിലല്ലേ ഈ മീൻ കഷ്ണത്തിലൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഈ വെട്ടി തേച്ച് കഴിച്ച് വെച്ചേക്കുന്ന മീൻ കഷ്ണം അതിടുക. അയില കണ്ടോ, വെള്ളി പോലെ ഇരിക്കണമെന്നാണ്. അയില വെട്ടി തേച്ച് കഴിയാൽ അയില വെള്ളി പോലെ ഇരിക്കണമെന്നാണ്. ഈ മീൻകറി നമ്മൾ നനഞ്ഞ സ്പൂണൊക്കെ ഇടാതെ നല്ല സ്പൂണൊക്കെ വെച്ച് ശ്രദ്ധിച്ചൊക്കെ എടുക്കുവാണെങ്കിൽ ഒരാഴ്ച ഈ മീൻകറി കേടാകാതിരിക്കും. അതാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കാഞ്ഞത്. മല്ലിപ്പൊടി ചേർക്കാഞ്ഞത് കൊണ്ട് അങ്ങനെ ഇരിക്കും. ഇനി ഇതൊരു 1/4 മണിക്കൂർ വേകണം. 1/4 മണിക്കൂർ കുക്കായി വരണം. അത് ഞാൻ അടച്ചു വെക്കാം. എൻ്റെ മീൻകറി റെഡിയായി കേട്ടോ. ഹലോ, ചാറ് ആവശ്യമുള്ളവർക്ക് ഇനിയും കുറച്ചുകൂടെ വേണമെങ്കിൽ വറ്റിച്ച് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ചാറോട് കൂടി എടുത്തിരിക്കുന്നത്, കൊഴുത്ത ചാറോട് കൂടിയ അയലക്കറി.